ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. 50ാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ടൊരു ബിരിയാണി ഐറ്റമാണ് തലശ്ശേരി മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒരു മീഡിയം സവോള നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നൈസായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഈ സവോള നമ്മൾ ഗാർണിഷിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മട്ടൻ കറിയിൽ നമ്മൾ പൊടിച്ച് കുറച്ച് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ്, കശുവണ്ടി 1 കപ്പ് എടുക്കുന്നുണ്ട്. കിസ്മിസ് 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൺ, ഇത് എല്ലോട് കൂടിയ മട്ടനാണ്. ഏകദേശം 1 കിലോ മട്ടൺ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ മട്ടനാണ്. 2 വലിയ തക്കാളി, 3 മീഡിയം സവോള, 12 പച്ചമുളക്, വെളുത്തുള്ളി 10 അല്ലി എടുക്കുന്നുണ്ട്. ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, ഇത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. മിൻറ്റ് ലീവ്സ് ഏകദേശം 6 മീഡിയം ഇലകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 1 പിടി മല്ലിയില, ഇത് കറിയിലും അതുപോലെ ഗാർണിഷിങ്ങിനുമായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ തലശ്ശേരി ബിരിയാണിക്ക് നമ്മളെടുക്കുന്ന വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടിയാണ്. ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അത് കാണാവുന്നതാണ്. കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. അതുപോലെ നമ്മളിവിടെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഗീ, വെണ്ണ ഇതും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തിന്നായിട്ട് അരിഞ്ഞ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഗാർണിഷിങ്ങിനായിട്ടും അതുപോലെ കറിയിലും നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തലശ്ശേരി ദം ബിരിയാണിയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഫ്ലേവറിങ് ഏജന്റ് ആണ് ഈ സവോള നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് സൂക്ഷ്മമായിട്ട് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് കുറച്ച് നേരം എടുക്കും ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ കശുവണ്ടിയും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും ഇതുപോലെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മട്ടൻ കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇവിടെ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടു വരാനായിട്ടാണ്. അതുപോലെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിവിടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ പച്ചമുളകൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാല അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവി മട്ടനെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൻറ്റ് ലീവ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തൈരും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. വെള്ളം ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പേസ്റ്റ് റെഡിയാക്കാം. അതിനുശേഷം ഈ പേസ്റ്റ് നമുക്ക് മട്ടൻ കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക. അതുപോലെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച സവോള ഇവിടെ നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബിരിയാണിക്കുള്ള മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബേ ലീവ്സ് 3 എണ്ണം എടുക്കുന്നുണ്ട്, ഏലക്ക 5-6 എണ്ണം എടുക്കുന്നുണ്ട്, അതുപോലെ തക്കോലം 2 എണ്ണം, കറുവാപ്പട്ട 1 ടേബിൾ സ്പൂൺ, 5 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. റൈസ് നമ്മൾ എടുക്കുന്നത് 4 കപ്പ് റൈസാണ്. ജീരകശാല റൈസാണ്. 1 മീഡിയം സവോളയുടെ പകുതി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് എണ്ണ, ഗീ, ഉപ്പ്, വെള്ളവും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് പാത്രത്തിലോട്ട് എണ്ണ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ എണ്ണയും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗീയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അലുത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കറുവാപ്പട്ട ആഡ് ചെയ്യാം. അതുപോലെ ഗ്രാമ്പൂ, തക്കോലം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏലക്കായും ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ബേ ലീവ്സും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ 6 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ ഇത് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ റൈസും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തലശ്ശേരി ബിരിയാണിയുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മേളിൽ എപ്പോഴും 2 ഇഞ്ച് സ്പേസ് എങ്കിലും വിടണം. ഈ 2 ഇഞ്ച് സ്പേസിൽ ഫ്ലേവറുള്ള ഹോട്ട് എയർ, അതായത് ചൂട് വായു ഫില്ലായിട്ട് നമ്മുടെ റൈസിൻ്റെയും നമ്മുടെ ഗ്രേവിയുടെയും അതുപോലെ മട്ടൻ്റെയും ഒക്കെ ആ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇൻറ്റൻസിഫൈ ചെയ്ത് വരും. നമ്മളിവിടെ ചെയ്യുന്നത് ഓവനിലാണ്. ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലും താഴെയും ചൂട് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നത് മേളിൽ സ്റ്റീം കെട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് മല്ലിയില 1/2 കപ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാല 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ വറുത്ത് വെച്ച സവോള, കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങായും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കലക്കി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ദം ചെയ്യുമ്പം ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് 3 ലെയർ ചോറും 2 ലെയർ ഗ്രേവിയുമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഏറ്റവും ബേസ് ലെയറിൽ നമ്മൾ റൈസ് ആഡ് ചെയ്യുകയാണ്. റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത സവോളയും അതുപോലെ കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഹോം മെയ്ഡ് ബിരിയാണി മസാല ഒരു പിഞ്ചെടുത്ത് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റോസ് വാട്ടറിൽ കലക്കി വെച്ച മഞ്ഞൾപ്പൊടിയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചാറും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ പ്രോസസ്സ് 2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് എയർ ടൈറ്റ് ആയിരിക്കണം. ഇനിയിപ്പം ബിരിയാണി ഏകദേശം ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ചൂട് മേലിൽ നിന്നും താഴെ നിന്നും കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ വെക്കാൻ പോകുന്ന ഓവനിലാണ്. ഓവനിൽ നമ്മൾ 350 ഫാരൻഹൈറ്റ് ചൂടിൽ 15 മിനിറ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് എടുത്ത് എവിടം വരെ ആയെന്ന് നോക്കാം. ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. ആ ചെറിയൊരു ഇത് വീണപ്പോഴേ വാവ്, ഇതാണ് നമ്മുടെ തലശ്ശേരി മട്ടൻ ബിരിയാണി. കുറച്ച് നേരത്തേക്കിന് നമുക്ക് ആ ദം പൊട്ടിക്കുന്ന മണം നന്നായിട്ട് ഫീൽ ചെയ്യാം. ബിരിയാണികൾ പലതരങ്ങളുണ്ട്. ബിരിയാണികളിൽ രാജാവാണ് തലശ്ശേരി ദം ബിരിയാണി. ഇത് മട്ടനും ചേർത്താണ് നമ്മൾ ഇന്നിവിടെ വെച്ചത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ബിരിയാണി ഇങ്ങോട്ടിടാം. ബിരിയാണി റൈസ് ഇങ്ങനെ എടുക്കുമ്പം സാധാരണ നമ്മൾ ഒരു കഷ്ണം മട്ടൻ ഇവിടെ ഉണ്ട്, അതും കൂടെ ഇങ്ങോട്ടിടാം. ഇനി നമുക്ക് മട്ടൻ്റെ കഷ്ണവും ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മട്ടൻ്റെ കഷ്ണം. അതുപോലെ നമ്മുടെ സാലഡും പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാർ ശരിക്കും ബിരിയാണിയുടെ ഒരു പ്രത്യേക വെറൈറ്റിയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ കണ്ടു നോക്കുക. അതും കൂടെ കൂട്ടി ഒരു പപ്പടവും കൂടെ എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് ചേർത്തിട്ട് ഉരുള എടുത്തിട്ട് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ് ബിരിയാണി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അതും തലശ്ശേരി സ്റ്റൈലിൽ ജീരകശാല റൈസ് വെച്ചുണ്ടാക്കുമ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. ഇത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക, ഇത് അടിപൊളിയാണ്. സോ ഇത് നമ്മുടെ 50ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ നന്ദി. വേറെ പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം പോയി കാണാവുന്നതാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി.